നമസ്കാരം. CMRL എക്സാലോജിക് ഇടപാടിൽ തന്റെ മകൾ വീണ വിജയനെ രക്ഷിക്കാൻ BJPയുമായി ഏതറ്റം വരെയും കോംപ്രമൈസ് ചെയ്യാൻ പിണറായി വിജയൻ തയ്യാറാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയന്റെ പെട്ടെന്നുള്ള നരേന്ദ്രമോദി സ്നേഹം. സ്വന്തം മകൾ കുടുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ മകളെ രക്ഷിക്കാൻ BJPയുമായി എങ്ങനെ വേണമെങ്കിലും സന്ധി ചെയ്യുവാൻ പിണറായി വിജയന്റെ അച്ഛൻ തയ്യാറാകുന്നു എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ BJP നേതാക്കളെക്കാളും മുൻപിൽ മോദിയെ സ്വീകരിക്കാൻ പിണറായി വിജയൻ പോയത് മകളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ മോദിയുടെ കാൽക്കൽ വീണേ സാധിക്കൂ എന്ന് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുമാത്രമല്ല, മറ്റൊരു വിചിത്രമായ സംഭവം, സ്വന്തം പാർട്ടിയുടെ നേതാവായ ജ്യോതി ബസുവിന്റെ അനുസ്മരണ ദിനമായിട്ട് പോലും ആ അനുസ്മരണ പരിപാടിയിൽ നിന്ന് പോലും വിട്ടുനിന്നാണ് പിണറായി വിജയൻ മോദിയെ സ്വീകരിക്കാൻ പോയത് എന്നത് വേറൊരു കൗതുകപരമായ കാര്യമാണ്. അന്ന് ജ്യോതി ബസുവിന്റെ 14ാം ചരമവാർഷികം ആയിരുന്നു. കേരളം ഒഴികെ CPM ശക്തി കേന്ദ്രങ്ങളിൽ വാർഷികം ആചരിച്ചു. പശ്ചിമ ബംഗാളിൽ വലിയ പരിപാടികളായിരുന്നു. കേരളത്തിൽ പരിപാടികൾ പ്ലാൻ ചെയ്തിരുന്നു എങ്കിലും നരേന്ദ്രമോദി വരുന്നു എന്ന് കേട്ടതോടെ പിണറായി വിജയൻ അതെല്ലാം ക്യാൻസൽ ചെയ്ത് മോദിയെ വരവേറ്റ് സ്വാഗതം ചെയ്യാൻ കെട്ടും കിടക്കയും എടുത്ത് ഓടുകയായിരുന്നു. മാത്രമല്ല, മോദിജിയെ യാത്രയാക്കിയിട്ടാണ് വിജയൻ സാർ അടുത്ത പരിപാടിക്ക് പോലും പോയത്. ജയിലിലേക്ക് പോകാൻ കിടക്കുന്ന മോളേക്കാൾ വലുതാണോ സഖാവിന് ജ്യോതി ബസു? പിണറായി വിജയൻ ജ്യോതി ബസു അനുസ്മരണ പോസ്റ്റ് പോലും ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. കാരാഗൃഹം കാത്തിരിക്കുന്ന മകളെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്ന് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സഖാവിന് എന്ത് ജ്യോതി ബസു? പിണറായി രാജാവ് ചെയ്യാത്തത് കൊണ്ട് ബാക്കി രാജഭക്തരും ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ. അന്നേ ദിവസം തന്നെ മോദി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനായി പോയപ്പോൾ അവിടെയും പിണറായി വക മോഡി സ്തുതി. 4000 കോടി മുടക്ക് മുതലുള്ള പദ്ധതി അനുവദിച്ച ചങ്ക് കൂട്ടുകാരന് എല്ലാവരും കേൾക്കെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചതും കേരള ജനത കണ്ടതാണ്. അപ്പോൾ DYFIയുടെ മനുഷ്യച്ചങ്ങല മോദിക്കെതിരാണോ എന്ന് വരെ കേട്ടുനിന്ന കേരള ജനത അന്താളിച്ചു പോയി എന്നത് മറ്റൊരു സത്യം. എന്തായാലും കൊച്ചി മെട്രോ ഉദ്ഘാടന സമയത്ത് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തിന് ചെറിയൊരു മാറ്റം മാത്രം. അന്ന് അവർ തമ്മിൽ ശത്രുക്കളെ പോലെയായിരുന്നു. ഇപ്പോഴവർ കട്ട ചങ്കുകളെ പോലെ ആയിരിക്കുന്നു. ഈ മോദി സ്തുതിക്ക് പിന്നിൽ ഇപ്പോൾ വീണ വിജയനെ രക്ഷിക്കാനുള്ള അടവാണെന്ന് കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞാൽ അവരതൊക്കെ പറയട്ടെ, അതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നാണ് പിണറായി വിജയനും കൂട്ടരും പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായ അന്വേഷണം വന്നാൽ വീണ വിജയന്റെ മാസപ്പടി രഹസ്യങ്ങൾ ഒക്കെ പുറത്താകും. അതിനു മുൻപ് കോംപ്രമൈസ് വേണം. അതാണ് മോദിയെ കണ്ട് പിണറായി ഇപ്പോൾ ചെയ്തിരിക്കുന്നതും. മോദിക്ക് കേരളത്തിൽ ഒരു സീറ്റെങ്കിലും വേണം, അത്രയേ ഉള്ളൂ. അതിനുള്ള കരു മാത്രമാണ് വീണ വിജയൻ. ശശി തരൂർ ഉള്ളപ്പോൾ ട്രിവാൻഡ്രം കിട്ടില്ല, പിന്നെ ഉള്ളത് തൃശ്ശൂരാണ്. പിണറായി വിജയന് മകളെ രക്ഷിക്കുകയും വേണം. ധാരണപ്രകാരം നടന്നത് അതാണ് എന്നാണ് പിന്നാമ്പുറ വർത്തമാനങ്ങൾ. തൃശ്ശൂർ ഗോപിയേട്ടന് കൊടുക്കുമ്പോൾ വീണയുടെ കേസ് സ്വർണ്ണക്കടത്ത് പോലെ അലിഞ്ഞു പോകും. വീണ വിജയനെ രക്ഷപ്പെടുത്താൻ CPIയുടെ സീറ്റായ തൃശ്ശൂരിൽ CPIM മോദിക്ക് സഹായം നൽകും എന്നതാണ് അന്തിമ തീരുമാനം എന്നാണ് രഹസ്യവിവരം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാവും. ഇത് കളി വേറെയാണ്, ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്.